നാടിറങ്ങുന്ന ഭീതിയിൽ വീണ്ടും വയനാട് കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചു. നൂൽപ്പുഴ സ്വദേശി മനുവാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു മനുവിനെ കാട്ടാന ആക്രമിച്ചതും. അർജുൻ PS വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, വിശദാംശങ്ങൾ. അവനെയാണ് ഇത്തരത്തിൽ മനുവിനെ ഈ വനപ്രദേശത്തോട് ചേർന്നിട്ടുള്ള ഒരു വയലിന്റെ സൈഡിലായി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് വനം വകുപ്പും അതുപോലെ തന്നെ നാട്ടുകാരും ഇവിടെ വരികയും ആ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. ആ പരിശോധനയിലാണ് പിന്നീട് കാട്ടാന ആക്രമണമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പ് എത്തിയത്. പ്രാഥമിക സ്ഥിരീകരണമാണ്. ഇത്തരത്തിൽ കാട്ടാന ഇദ്ദേഹം കടയിൽ പോയി വരികയായിരുന്നു. ആ കടയിൽ വരുന്ന സമയത്ത് ഈ കാടിന്റെ കുറുകെയാണ് വരുന്നത്. ആ ഒരു സമയത്താണ് ഈ കാടിനടുത്തു നിന്നും കാട്ടാന ഈ മനുവിനെ ഈ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിഞ്ഞതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനപാലക സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ നാട്ടുകാർ ഈ മൃതദേഹം ഇപ്പോൾ എടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു അപകടം ഉണ്ടാകാതിരിക്കുക, ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറയുന്നത്. സ്വാഭാവികമായി വനത്തോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നിരവധി വന്യമൃഗങ്ങൾ നിരവധി തവണ ഇറങ്ങുക ഈ ഒരു സ്ഥലത്ത് സ്വാഭാവികമാണ്. നൂൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. ഇതിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ മനു എന്ന് പറയുന്നത് തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിൽ ബന്ധു വീട്ടിലേക്ക് വന്നതാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കടയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാഥമിക നിഗമനം. നമുക്ക് സ്ഥിരീകരിക്കാത്ത മറ്റൊരു ഈ മനുവിന്റെ ഭാര്യയെയും ഇന്ന് കാണാനില്ല എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നാട്ടുകാർ പ്രകടിപ്പിക്കുന്നു. അത്തരത്തിൽ നാട്ടുകാർ നമ്മളോട് പറയുന്നുണ്ട് ഈ ഭാര്യക്കായുള്ള തെരച്ചിൽ തുടർന്നിട്ടുണ്ട് എന്നുള്ളതും പറയുന്നു. ഇത് സ്ഥിരീകരിക്കാത്ത ഒരു വിഷയമാണ്. ഇത്തരത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ ഒരു മുത്തങ്ങ പ്രദേശം, അതായത് മുത്തങ്ങ പ്രദേശം അടങ്ങുന്ന സ്ഥലമാണിത്. ആ ഒരു ഫോറസ്റ്റിന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ മനുവിന് ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു മനുവിന് ആ ഒരു ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ മരണപ്പെട്ടത്. ഇന്ന് രാവിലെ നടത്തിയ മനുവിനെ കാണാത്തതിനെ തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. വനവാസി ഊരുകൾ അടങ്ങിയ പ്രദേശമാണ്. അതിൽ അധികം ജനവാസ മേഖലകളല്ല, ചില വീടുകൾ മാത്രമാണ് ഉള്ളത്. വനവാസി ഊരായിട്ടുള്ള കുറച്ച് വീടുകൾ മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. വനപ്രദേശത്തിന്റെ അടുത്തായതുകൊണ്ട് തന്നെ വലിയ ജനവാസ മേഖലകളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ ഇത്തരത്തിലുള്ള ഒരു പരിശോധന നാട്ടുകാർ തുടങ്ങിയത്. ഈ നാട്ടുകാരുടെ പരിശോധനയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്നാണ് പിന്നീട് വനം വകുപ്പും പോലീസും സ്ഥലത്തെത്തിയത്. വനം വകുപ്പ് പിന്നീട് പരിശോധിക്കുകയും കാട്ടാന തുമ്പിയിൽ ചുഴറ്റി എറിഞ്ഞതാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് വനം വകുപ്പ് എത്തുകയും ചെയ്തത്. അതായത് ഇത്തരത്തിൽ വരുന്ന വഴിക്ക് ഈ മനു കാട്ടാനയുടെ മുൻപിൽ പെടുകയും കാട്ടാന പിന്നീട് മനുവിനെ ചുഴറ്റി തുമ്പിക്കയിൽ ചുഴറ്റി എറിയുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രാഥമിക നിഗമനം. അല്പസമയത്തിനകം മൃതദേഹം മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് സ്വദേശിയാണ്, ഏതു തരത്തിലായിരിക്കും ഇനിയുള്ള സാഹചര്യങ്ങൾ, എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ഏത് തരത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. സ്ഥിരമായ വന്യമൃഗശല്യമുള്ള പ്രദേശമാണോ അർജുൻ? ഈ നൂൽപ്പുഴയിൽ നിന്ന് സ്ഥിരമായി സമാനമായ വാർത്തകൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്ന ഇടത്തും അപ്രകാരം തന്നെയാണോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വനപ്രദേശമാണ് ഈ ഒരു ചുറ്റും എന്ന് പറയുന്നത്. വലിയ ജനവാസ മേഖലയൊന്നുമല്ല. ഇത്തരത്തിൽ ഈ ഒരു വനവാസി ഊരുള്ള ഒരു സ്ഥലമാണ്. അധികം ആളുകളൊന്നും ഇവിടെ താമസിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരന്തരം ഈ കാട്ടാന അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ബത്തേരി പ്രദേശത്താണ്. ബത്തേരി എന്ന് പറയുന്ന ബത്തേരിക്ക് തൊട്ടപ്പുറത്താണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതായത് ഈ വനപ്രദേശം, അതായത് ഈ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക എന്നിവ അതിർത്തി പ്രദേശമായിട്ടുള്ള ഒരു സ്ഥലമാണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. വയനാട്, കർണാടക, തമിഴ്നാട് ഈ 3 സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു അതിർത്തി പ്രദേശമാണ് നൂൽപ്പുഴ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വയനാടിന്റെയും ഈ കർണാടകയുടെയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും വനപ്രദേശം അടങ്ങിയ ഈ 3 ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് നൂൽപ്പുഴ. അതിൽ ഒരു ഉന്നതിയാണ് ഇപ്പോൾ ഈ ഉന്നതിയിലെ നൂൽപ്പുഴ സ്വദേശി കാപ്പാട് ഉന്നതി എന്നുള്ളതാണ്. അതായത് വനവാസികൾ താമസിക്കുന്ന ഈ സ്ഥലം ആ ഉന്നതി എന്ന് പറയും. ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ആ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മനുവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. ഏകദേശം 45 വയസ്സാണ് ഇദ്ദേഹത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ഒരു നിരീക്ഷണമായിട്ടുള്ളത്.
അവരുടെ ബന്ധുക്കൾ ഒക്കെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെയും നാട്ടുകാർ ഒരു പ്രതിഷേധത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. വനത്തോട് ചേർന്നുള്ള പ്രദേശമാണ് സ്വാഭാവികമായും. എങ്കിൽ തന്നെയും ഈ വനത്തിൽ നിന്നും കാട്ടാന പുറത്തിറങ്ങാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു കഴിഞ്ഞ മാസമാണ് ഇത്തരത്തിൽ ഒരു കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന് പറയുന്ന സ്ത്രീ കൊല്ലപ്പെട്ടത്, പഞ്ചാരക്കൊല്ലിയിൽ കൊല്ലപ്പെട്ടത്. അതിനു മുൻപും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിലും ജനങ്ങൾ മരണപ്പെടുന്നത് ഈ വയനാട്ടിൽ സ്ഥിരമാവുകയാണ്. ഇതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുള്ളത് നേരത്തെ തന്നെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ഈ പഞ്ചാരക്കൊല്ലിയിൽ ഈ ഒരു സ്ത്രീയെ കടുവ ആക്രമിച്ചു കൊന്നപ്പോൾ തന്നെ വനംവകുപ്പ് മന്ത്രി അവിടെ വന്ന് കൃത്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇനിയൊരു അപകടം ഉണ്ടാകാതെ ശ്രമിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകാതെ നോക്കാം എന്നുള്ളതൊക്കെ ഉറപ്പ് നൽകിയതാണ്. കൃത്യമായിട്ടുള്ള ഫെൻസിംഗ് രീതികൾ അവലംബിക്കേണ്ടതുണ്ട്. അതിനൊക്കെ തീർച്ചയായും ആ ഫെൻസിംഗ് രീതികൾ അവലംബിക്കും എന്നുള്ളതടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് ഒരു ഇരയായിരിക്കുകയാണ് ഇപ്പോൾ പുതിയ ഒരു മനു എന്ന് പറയുന്ന ഒരാൾ കൂടി. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരിക്കാം ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വനത്തോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാട്ടാന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ നിരന്തരം ഇറങ്ങുന്നത്, ഈ ഭാഗത്ത് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉൾക്കാട്ടിൽ ഒരു ആന ചത്ത നിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ വയനാട്ടിൽ നിരന്തരമായി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അമരക്കുനിയിൽ നമ്മൾ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് കണ്ടതാണ്. ഇത്തരത്തിൽ കടുവ ഇറങ്ങുകയും 5 ആടുകളെ 10 ദിവസത്തിനുള്ളിൽ 5 ആടുകളെ ഈ കടുവ കൊന്നു തിന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്ന് കെണിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നീട് ഈ പഞ്ചാരക്കൊല്ലിയിൽ ഇത്തരത്തിൽ ഒരു ഒരു യുവതിയെ ഇത്തരത്തിൽ കടുവ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉന്നതിയിലെ മനുവിനെ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം നടന്നത്. പക്ഷെ ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടതായി കണ്ടെത്തിയത്. മനുവിന്റെ ഭാര്യയും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന, സ്ഥിരീകരിക്കാത്ത ഒരു വിഷയമാണ്. നാട്ടുകാർ പറയുന്ന കാര്യമാണ്. അത് കൃത്യമായി സ്ഥിരീകരിക്കേണ്ട പോലീസാണ്. അത്തരത്തിൽ അവരെയും അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു. ശരി അർജുൻ.